അതെ, ഇങ്ങനെ ഒരു കുപ്പിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കുപ്പി വെച്ചിട്ട് ഞാനിതാ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ, ഇതുപോലെ കായ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചാക്കില്, ഗ്രോ ബാഗില്, അതുപോലെ സിമെന്റിന്റെ ചാക്ക്, അങ്ങനെ എല്ലാ ഇതിലും നമുക്ക് നട്ടു വളർത്താം കേട്ടോ. ഇത് നട്ടു വളർത്തിയിട്ട് ചോടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ രീതിയിൽ വേണമെങ്കിൽ മാത്രം വളം കൊടുത്താൽ മതി. ഇത് നടുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ചീഞ്ഞു പോവും, അതുപോലെ പിടിക്കാത്ത പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ ഒന്നും വരാതിരിക്കാൻ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് പിടിക്കും ചെയ്യും, എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് അങ്ങ് ഉണങ്ങി ചീഞ്ഞു പോവും ചെയ്യും കേട്ടോ. അപ്പൊ ഇതിന്റെ സെന്ററിൽ ആ ടയറൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഇതാ കായ്ച്ചു നിൽക്കുന്നുണ്ട്. നല്ലൊരു പിങ്ക് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കമ്പ് എടുത്ത് നമുക്ക് വേര് വരുത്താന്ന് പറയുന്നത് നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. എന്നാൽ ഫാസ്റ്റിൽ വേര് നന്നായിട്ട് പിടിക്കും. നമ്മള് ഈ 10 മണിയൊക്കെ ഉണ്ടല്ലോ, 10 മണിയൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റിൽ വേര് വരും. എന്നാൽ ചില സമയത്ത് അത് ഫാസ്റ്റിൽ അങ്ങ് ചീഞ്ഞു പോവുകയും ചെയ്യും. ആ ഒരു പ്രശ്നം നമ്മുടെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനുണ്ട് കേട്ടോ. പല രീതിയിലും ഇത് വേര് വരുത്താറുണ്ട്. അപ്പം ഞാനിന്ന് വളരെ എളുപ്പത്തിലാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കമ്പുകൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന്നിപ്പോൾ 2 കമ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ചെറിയ മുള്ളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് 2-3 കളറുകളൊക്കെ ഉണ്ട്. വൈറ്റ്, അതുപോലെ തന്നെ പിങ്ക്, പിന്നെ നല്ല റെഡ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഏകദേശം 3 കളറും ഉണ്ട് കേട്ടോ. അപ്പൊ അതില് ഒന്നെയാണ് കഴിച്ചിട്ടുള്ളൂ. ഒന്ന് കഴിക്കാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിലൊക്കെ നിൽക്കുന്നുണ്ട്, പിന്നെ ഒന്ന് പിടിച്ചു വരുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ എവിടെ കണ്ടാലും ആരെ വീട്ടിൽ കണ്ടാലും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കമ്പ് വാങ്ങിച്ച് എടുക്കാറുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ. ഇത് കഴിക്കുന്നതിനേക്കാളും സന്തോഷം എന്ന് വെച്ചാൽ ഇത് കായ്ച്ചു നിൽക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ആ ഒരു കുപ്പി ഞാൻ എടുത്തത് കണ്ടോ, കുപ്പി ഫുള്ളായിട്ട് ഒരു കുപ്പി എടുക്കുക. എന്നിട്ട് നമുക്ക് ആ കുപ്പീന്റെ പകുതി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വലിയ കുപ്പി കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ആണ്. എനിക്ക് ഈ ഒരു വലിപ്പമുള്ള കുപ്പിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്കിൽ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് തീർച്ചയായിട്ടും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ വെള്ളം കെട്ടി നിൽക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ നമ്മളിതാ അടിവശത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ചെറിയ ഹോള് നിറയെ അങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോ, കാരണം വെള്ളം അഥവാ കെട്ടി നിൽക്കുകയാണെങ്കിൽ അങ്ങ് ഊർന്നു പോയിക്കോളും. അപ്പം ഞാനിതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചകിരിച്ചോറ് തന്നെ എടുക്കുക, അല്ലെങ്കിൽ കമ്പോസ്റ്റ് എടുക്കുക കേട്ടോ. കമ്പോസ്റ്റും മണ്ണ് എടുക്കുന്ന സമയത്ത് കല്ല് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല തരിപ്പുള്ള നല്ല സാധാ മണ്ണ് എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ കമ്പോസ്റ്റിലാണെങ്കിൽ ഓവറായിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അരിച്ചെടുക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ ഒരു പ്രശ്നം റിസ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ചകിരിച്ചോറ് തന്നെ എടുക്കുക കേട്ടോ. അപ്പം ചകിരിച്ചോറ് എടുത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇതാ ഞാൻ കുറച്ചങ്ങ് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നീട് നിങ്ങൾ വെള്ളം ഒഴിച്ച് നനയ്ക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കമ്പ് ഉണ്ടല്ലോ, ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ മുള്ളുണ്ട്, അത് ശ്രദ്ധിക്കണം. ഞാൻ എടുത്തു പറയുന്നുണ്ട്. 2 കമ്പ് ഞാൻ ഇതിലേക്ക് തന്നെ കുത്തി വെക്കുന്നുണ്ട്. വേര് പിടിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി നടാം കേട്ടോ. അപ്പം ഞാൻ 2 കമ്പും അങ്ങ് വെച്ചിട്ട് ഇതിന്റെ ചുറ്റും അങ്ങ് കുറച്ച് പോട്ടി മിക്സ് ഒക്കെ അങ്ങ് വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചങ്ങ് ചുറ്റും അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ അതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മുകളിലത്തെ ഈ ഒരു അടപ്പുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത അത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ടൈറ്റായിട്ട് അടച്ചു വെക്കുക. ഇപ്പൊ കട്ട് ചെയ്തോണ്ട് അവിടെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഓപ്പണുള്ള സ്പേസിലൂടെ ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കയറരുത്. വെട്ടം വെളിച്ചൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഫാസ്റ്റിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അങ്ങ് അടച്ചു വെക്കുകയൊക്കെ ആണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ നട്ട് കഴിഞ്ഞ് കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഓവറായിട്ട് നിറച്ച് ഒഴിച്ച് ചീഞ്ഞു പോവരുത്. പിന്നെ പ്രശ്നമില്ല, നമ്മൾ അടിവശത്ത് കുറേ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അഥവാ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിലൂടെ ഊർന്നു പോയിക്കോളും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത്. ഇനി കണ്ടോ, ഇനി ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇപ്പം ഇതിലേക്ക് പറഞ്ഞാൽ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും അങ്ങ്
ഇങ്ങനെ വലിച്ചങ്ങ് കെട്ടി കൊടുക്കുക. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ടൈറ്റ് ആവണം മാക്സിമം. അതിലേക്ക് ഒന്നും ഇപ്പം ഒരു വെട്ടം വെളിച്ചമൊന്നും തട്ടാതെ ഈ ഒരു കുപ്പീൻ്റെ അടപ്പും വെച്ച് നമ്മൾ അടച്ചിങ്ങനെ ടൈറ്റായിട്ട്, ഇത് എത്ര ദിവസം വെക്കണം എന്ന് വെച്ചാൽ 10-50 ദിവസം ഇതേപോലെ നിൽക്കട്ടെ കേട്ടോ. അപ്പം ആ ഒരു സമയം ആവുമ്പോഴേക്ക് ഇത് ഇങ്ങനെ വേരൊക്കെ പിടിച്ച് ഒന്നങ്ങ് റെഡിയാവും. അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് മെല്ലെ ഇത് തുറന്നിട്ട് മെല്ലെ തട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് നല്ല ഇപ്പം വലിയ ചാക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പം കളഞ്ഞിട്ടുള്ള പൊട്ടിയിട്ടുള്ള ബക്കറ്റൊക്കെ ഉണ്ടല്ലോ, ബക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് ഇത് നടാവുന്നതാണ് കേട്ടോ. അതിനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് വേര് വന്നിട്ടുള്ള റിസൾട്ടൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വേര് പിടിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുപ്പി കിട്ടുന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചട്ടിയിൽ നട്ടിട്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ചാലും മതി. അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതാ നന്നായിട്ട് ഇവിടെ അങ്ങ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഒന്നും വെളിച്ചോ വെട്ടോ കാറ്റോ ഒന്നും കയറില്ല കേട്ടോ. അപ്പം ഇനി ഇതിൽ തന്നെ ഇതിലേക്കുള്ള വെള്ളം ഇപ്പം ആ 10-60 ദിവസം നിങ്ങൾ നനച്ച് കൊടുക്കും വേണ്ട. ആ ഒരു വെള്ളം ഇതിൽ നിന്ന് ഈർപ്പുണ്ടല്ലോ, ഈർപ്പം തന്നെ കുപ്പി നിറയെ അങ്ങ് വെള്ളത്തുള്ളി ഉണ്ടാവും. അത് നമ്മുടെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പിലേക്കും കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു തണൽ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഞാൻ വേറൊരു ചട്ടിയിൽ കണ്ടോ ഇങ്ങനെ നട്ടിട്ട് കുപ്പി വെച്ച് അടച്ചു വെച്ചതാണ്. അപ്പം അത് വേര് പിടിച്ചു കേട്ടോ. കണ്ടോ ഇത് വേരൊക്കെ പിടിച്ച് ഉഷാറായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി നടണം. ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇതെങ്ങനെയാണ് മാറ്റി നടുന്നത്. ഇപ്പം ഇത് ഇനിയിപ്പം മാറ്റി നടുമ്പോൾ ഒരു പ്രശ്നമില്ല. വേര് ഇപ്പം പിടിച്ചതുകൊണ്ട് ചീഞ്ഞു പോവേ ഉണങ്ങി പോവേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് നല്ല ഉഷാറായിട്ട് നിൽക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചീഞ്ഞു പോവുക പിടിക്കുന്നില്ല എന്ന് കാണുന്നത് ഒരു യെല്ലോ കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ചീഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ കുറേ ദിവസം വെക്കണം എന്നില്ല, എടുത്ത് പറിച്ച് കളയാം കേട്ടോ. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ഒന്ന് നട്ട് നോക്കുക. ഇനി ഡ്രാഗൺ ഫ്രൂട്ട് പിടിക്കുന്നില്ല എന്ന് പരാതി ആരും പറയരുത് കേട്ടോ.